+2 CS സ്റ്റുഡൻസ് ഓൺ എക്സാം ആയി CS മാത്രം ക്ലാസ് എടുക്കാൻ ആരുമില്ലേ, അല്ലെങ്കിൽ CS പ്രോപ്പർ ആയിട്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഇതാ പിടിച്ചോ. ആരാ എന്താന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കമ്പ്യൂട്ടർ സയൻസിലെ ഓൺ എക്സാമിനുള്ള ആദ്യത്തെ 4 ചാപ്റ്റർ വൃത്തിക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ്. ഏതൊരു പഠിക്കാത്ത ഒരാൾക്കും വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാം. ആദ്യത്തെ ഫുൾ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ഇതിൽ ഡീൽ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് എടുത്ത് അതിന്റെ ഇടയിൽ സംസാരിക്കാം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ ക്ലാസ് കേട്ട് നോക്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇത് എന്റെ വാക്കാണ്. ഞാൻ എല്ലാ എക്സാമിന് വരുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നല്ല വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് ഈ സാധനം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എന്താണ് വേണ്ടത്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രം. ക്ലാസ് കണ്ടു നോക്കി, ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കി കണ്ടിന്യൂ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. 1 മിനിറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. +2 കമ്പ്യൂട്ടർ സയൻസ് ചാപ്റ്റേഴ്സ്. ഓക്കെ, നമുക്ക് 4 ചാപ്റ്റർ ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെ. 4 ചാപ്റ്റർ. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട്, എക്സ്ട്രാ കാര്യങ്ങളൊന്നും പറയേണ്ട, സംസാരങ്ങളൊന്നും ഇല്ലാണ്ട ചാപ്റ്റർ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഊപ്സ് ആണ്. തേർഡ് ചാപ്റ്റർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ. നിങ്ങൾക്ക് സ്ലൈഡ് ഇവിടെ കാണുന്നുണ്ടോ, മുകളിൽ നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്യാം. 4ാമത്തെ ചാപ്റ്റർ ആണ് എന്താണ്, 3ാമത്തെ ചാപ്റ്റർ പറഞ്ഞു ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ. 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വെബ് ടെക്നോളജി. ആദ്യത്തെ 3 ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. 3 ചാപ്റ്ററിലും കൂടി പഠിക്കാനുള്ള കാര്യങ്ങൾ 4ാമത്തെ ചാപ്റ്ററിൽ ഉണ്ട്. എന്നാൽ 4ാമത്തെ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. ഏതൊരാൾക്കും മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഏറ്റവും പെട്ടെന്ന്, ഏറ്റവും വൃത്തിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 4ാമത്തെ ചാപ്റ്റർ. ബാക്കി 1, 2, 3 ചാപ്റ്ററിൽ നിങ്ങൾക്ക് കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. 1ാമത്തെ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ 2, 3 കൂടി വളരെ ചെറിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. പക്ഷെ അത് കുറച്ച് ആഴത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ റെഡിയാണല്ലോ, 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ 1, 2, 3, 4 ചാപ്റ്ററും ഈ ഒരു വീഡിയോ തന്നെ കംപ്ലീറ്റ് ചെയ്യും. 4th ചാപ്റ്റർ വളരെ ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, 1ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് കാണാം, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. എന്താണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്? നമ്മൾ അറേ പഠിച്ചിട്ടല്ലടാ വന്നത്, +1 അറേ പഠിച്ചതല്ലേ. എന്താണ് സ്ട്രക്ചർ, എന്താണ് പോയിന്റർ, എന്താണ്? ഇതാ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ട്രക്ചർ എന്താണ്. ഈ ഒരു PDF അല്ലെങ്കിൽ ഈ ഒരു സ്ലൈഡിൽ കാണുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. വൃത്തിക്ക് വളരെ ഷോർട്ട് ആയിട്ട്, നമ്മുടെ ടെക്സ്റ്റിൽ വാസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റിന്റെ അകത്തുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കോ, സ്ട്രക്ചർ എന്താണ്? ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് സ്ട്രക്ചർ എന്താണെന്നാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. വാട്ട് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്? ഡാറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിലേക്ക് എന്തിനു വന്നു? അവിടെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്സ്. എന്താണ്? ഡിഫറെന്റ് ഡാറ്റ ടൈപ്സിന്റെ കളക്ഷൻ ആണ്. സ്ട്രക്ചർ ഈസ് ഡിഫൈൻഡ് ബൈ യൂസിങ് ഒരു വേർഡ് ഉണ്ട്, അതാണ് സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്. എന്താണ് സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രക്ചർ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഓക്കെ അല്ലടാ. എലമെന്റ്സ് ഓഫ് ദ സ്ട്രക്ചർ ഈസ് ആക്സസ്ഡ് ബൈ ഡോട്ട് ഓപ്പറേറ്റർ. 2 കാര്യങ്ങളാണ്. സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡിനെ കുറിച്ചും പറയുന്നുണ്ട്, ഡോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യം പഠിച്ചിട്ടുണ്ട്. ഈ 4 പോയിന്റ് വൃത്തിക്ക് നിങ്ങൾ പഠിച്ചോ. സ്ട്രക്ചറിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള 4 വൃത്തിക്കുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇനി സ്ട്രക്ചറിന്റെ ഒരു സ്ട്രക്ചർ നോക്കിയാലോ. സിൻടാക്സ് ഓഫ് സ്ട്രക്ചർ, സ്ട്രക്ചറിന്റെ സിൻടാക്സ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് സ്ട്രക്ട് എന്ന് പറഞ്ഞ ടാഗ്, സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് സ്ട്രക്ചറിന്റെ പേര് കൊടുക്കുക. അതാണ് സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2, അങ്ങനെ നിങ്ങൾക്ക് എത്ര ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും ആഡ് ചെയ്യാം. അതാണ് ഡിഫറെന്റ് കളക്ഷൻ ഓഫ് ഡാറ്റ ടൈപ്സിന്റെ ഒരു കൂട്ടമാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇതങ്ങ് എഴുതി കൊടുത്താൽ മതി എക്സാമിന്. അതായത് സ്ട്രക്ട് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിനകത്ത് എന്തുണ്ട്, റോൾ നമ്പർ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, മാർക്ക് ഉണ്ട്. സ്റ്റുഡന്റ് റോൾ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം, ക്യാരക്ടർ ആയിട്ടുള്ള ക്യാർ യൂസ് ചെയ്തിട്ട് നെയിം ആഡ് ചെയ്യാം, മാർക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള മാർക്കും നമുക്ക് ആഡ് ചെയ്യാം. എല്ലാം ഒരു സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിനകത്ത്, ഒരു സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, കൊള്ളിച്ചു. അതാണ് സ്ട്രക്ചർ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അടുത്ത കുറച്ച് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ മെമ്മറി അലോക്കേഷൻ എന്താണെന്ന് അറിയണം. മെമ്മറി അലോക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഓരോ മെമ്മറിയിലും എത്ര ബൈറ്റ് ആണ് സ്റ്റോറേജ് ആണ് നിങ്ങൾക്ക് ഓരോ ഡാറ്റ ടൈപ്പിനകത്തും അറിയേണ്ടത്. ക്യാർ എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. ഷോർട്ട് ഇന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്, 2 ബൈറ്റ് ആണ്. ഇന്റ് നോർമലി 4 ബൈറ്റ് ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. ഡബിൾ എന്ന് പറയുന്നത് 8 ബൈറ്റ് ആണ്. ലോങ് ഇന്റ് എന്ന് പറയുന്നത് 12 ബൈറ്റ് ആണ്. മെയിൻ ആയിട്ട് ഇന്റ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണെന്ന് അറിയണം. വിച്ച് മീൻസ് 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ് ആണ്. കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം അതിന് 8 ബിറ്റിന്റെ ഹാഫ് 4 ബിറ്റ് എന്ന് പറയുന്ന സാധനം ജസ്റ്റ് വേണമെങ്കിൽ കൊടുത്ത് വെച്ചോ. അത് 1 നിബിൾ ആണ്. എന്താണ് 1 നിബിൾ ആണ് 4 ബിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാർ 1 ബൈറ്റ്, ഫ്ലോട്ടിംഗ് പോയിന്റ് 4 ബൈറ്റ്, ഇന്റ് എന്ന് പറയുന്നത്
അതും 4 ബൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേടാ. വീണ്ടും വരികയാണ് സ്ട്രക്ചർ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. എങ്ങനെയാണ് ഒരു വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണ്. റോൾ നമ്പർ ഉണ്ട്, ക്യാരക്ടർ നെയിം ഉണ്ട്, ഫ്ലോട്ട് മാർക്ക് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ് അതിനകത്തുള്ളത് അല്ലെ. 3 ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് വേരിയബിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക? ഒരു സ്റ്റുഡന്റ് എ എന്ന് പറഞ്ഞ സ്റ്റുഡന്റിനെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റിന് എന്തുണ്ടാവും? ഫസ്റ്റ് പറഞ്ഞ റോൾ നമ്പർ ഉണ്ടാവും, പിന്നത്തെ ഈ പറഞ്ഞ നെയിം ഉണ്ടായിരിക്കും, രണ്ടാമത് ഒരു മാർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിലെ വേരിയബിൾ എന്ത് ചെയ്യുക? ഇനീഷ്യലൈസ് ചെയ്യുക. ജസ്റ്റ് അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. അടുത്തത് ടോട്ടൽ മെമ്മറി അലോക്കേഷൻ ആണ്. എന്താണ് ടോട്ടൽ മെമ്മറി അലോക്കേഷൻ? ഇന്റെ റോൾ നമ്പറിന് ഇവിടെ എന്താണ് ഒരു അണ്ടർസ്കോർ ഇടണം കേട്ടോ, സ്പേസ് ഇട്ട് എഴുതാൻ പാടില്ല. ഇന്റ് റോൾ നമ്പർ, നമ്മൾ റോൾ നമ്പർ ആഡ് ചെയ്തു, അത് ഇന്റീജർ ഡാറ്റ ടൈപ്പ് ആണ്. എന്താടാ? ഇന്റീജർ ഡാറ്റ ടൈപ്പ് ആണ്. ഇന്റീജറിനാണെങ്കിൽ നമുക്ക് എത്ര ബൈറ്റ് ആവശ്യമുണ്ടാ? 4 മെമ്മറി, 4 ബൈറ്റ് അവിടെ ആവശ്യമുണ്ട്. 4 മെമ്മറിയിൽ 4 ബൈറ്റ് അവിടെ ഇന്റീജറിന് വേണ്ടി ഉപയോഗിക്കും. നമ്മുടെ ക്യാർ എന്ന് പറഞ്ഞിട്ട് ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചാൽ അതിൽ നെയിം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ക്യാറിന് നമുക്ക് സാധാരണ എന്താ വരിക? 1 ബൈറ്റ് ആണ് കൺസിഡർ ചെയ്യുക. പക്ഷെ ക്യാർ നെയിമിൽ നമ്മൾ 20 മെമ്മറി സ്പേസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ 20 × 1 എന്ന് വരും, 20 ബൈറ്റ് എന്ന് വരും അല്ലെ. 20 ബൈറ്റ് എന്ന് വരും. ഫ്ലോട്ടിൽ എന്ന് പറയുന്നത് ഫ്ലോട്ട് മാർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു 4 ബൈറ്റ് എന്ന് വരും അല്ലെ. 4 ബൈറ്റ് എന്ന് വരും. അങ്ങനെ 24 + 20 + 4 ദാറ്റ് ഈസ് 28 ബൈറ്റ്സ് ആണ് മൊത്തം. മേ ബി നിങ്ങളോട് ഒരു സ്ട്രക്ചർ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് അതിനകത്ത് വരുന്ന ടോട്ടൽ മെമ്മറി അലോക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത്? ഇന്റിന് 4 ആണ്, ഫ്ലോട്ടിന് 4 ആണ്, ക്യാറിന് എന്ന് പറയുന്നത് 2 ആണ്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് അതും കൂടി അതിന്റെ കൂടെ ഇൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം ഓർക്കുക. അടുത്തയിലേക്ക് പോവാം. ഓക്കെ, വളരെ സിമ്പിൾ അല്ലടാ, വളരെ സിമ്പിൾ ആണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നോക്കാം. ആക്സസിങ് എലമെന്റ്സ് ഓഫ് സ്ട്രക്ചർ. സ്ട്രക്ചറിലെ എലമെന്റ്സ് ആക്സസ് ചെയ്യണമെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സിമ്പിൾ അല്ലേ? വായിച്ചു നോക്കിയാൽ മതി. നോട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ലിങ്ക് കൊടുക്കാം, വാട്സപ്പ് ലിങ്ക് കൊടുക്കാം. നേരെ +2ന്റെ ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ നമുക്ക് നോട്ട്സും കാര്യങ്ങളും എല്ലാതും പ്രൊവൈഡ് ചെയ്യാം. അടുത്തയിലേക്ക് പോകുന്നതിന് മുന്നേ നെസ്റ്റഡ് സ്ട്രക്ചർ, നെസ്റ്റഡ് ഈഫ് ഒക്കെ നമ്മൾ പഠിച്ച എന്താണ്? ഒന്നിനകത്ത് മറ്റൊന്നല്ലേ. എ സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ആണ് എന്ത് പറയുന്നത്? നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ വരിക. എങ്ങനെ? ഇതാ എക്സാമ്പിൾ ഇതാ. സ്ട്രക്ട് ഡേറ്റ് എന്ന് പറഞ്ഞെടുത്ത് എന്തൊക്കെയുണ്ട്? ഡേ, മന്ത്, ഇയർ ഉണ്ട്. അതിനകത്ത് തന്നെ വീണ്ടും ഒരു സ്ട്രക്ചർ കൊടുത്തു. സ്റ്റുഡന്റിന്റെ ഒരു സ്ട്രക്ചർ ആണ്, സ്റ്റുഡന്റ് സ്ട്രക്ചർ ആണ്. അതിനകത്ത് അഡ്മിഷൻ നമ്പർ, നെയിം, എന്താണ് റേറ്റ് ഓഫ് അഡ്മിഷൻ, ഫീയും കൊടുത്തിട്ടുണ്ട്. ഇനി ഡെഫിനിഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സ്ട്രക്ചർ സ്റ്റുഡന്റിന്റെ അകത്ത് തന്നെ ഇന്റെ അഡ്മിഷൻ നമ്പർ, നെയിം, ഡേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ആ സ്ട്രക്ചറിനകത്ത് തന്നെ വീണ്ടും ഷോർട്ട് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. ഡേ, മന്ത്, ഇയർ എന്ന് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റൈൽസിൽ നെസ്റ്റിംഗ് ചെയ്തതാണ്. നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എവിടെ നെസ്റ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനകത്താണോ? ഇപ്പൊ ഈഫ് നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഈഫിനകത്ത് മറ്റൊരു ഈഫ്. നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചറിനകത്ത് മറ്റൊരു സ്ട്രക്ചർ. സ്ട്രക്ചർ ഇൻസൈഡ് അണ്ടർ സ്ട്രക്ചറിനെയാണ് പറയുന്നത് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് അറേ വേഴ്സസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അറേ വേഴ്സസ് സ്ട്രക്ചർ. ബിക്കോസ് അറേ നമ്മൾ എവിടെ പഠിച്ചതാണ്? +1 പഠിച്ചതാണ്. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. എന്താണ് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. അറേ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സെയിം ടൈപ്സ് ഓഫ് ഡാറ്റ ആണ്. എന്നാൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ്. എലമെന്റ്സ് ഓഫ് അറേ ആർ റെഫറൻസ്ഡ് യൂസിങ് കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ് അല്ലെ. താഴെ ഇങ്ങനെ ഉണ്ടാവും 0 1 0 1 2 3 എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രിപ്റ്റുകൾ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ടാണ് അറേയിലെ എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? റെഫർ ചെയ്യുന്നത്. എലമെന്റ്സ് ഓഫ് സ്ട്രക്ചർ എങ്ങനെയാണ് റെഫർ ചെയ്യുന്നത്? യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. എന്താണ് ഡോട്ട് ഓപ്പറേറ്റർ? നമ്മൾ പഠിച്ചു. When an element of an array become another array, multiple dimensional array form ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ഡയമെൻഷൻ അറേ ഫോം ചെയ്യുന്നുണ്ട്. അന്ന് അവിടെ നിന്ന് പഠിച്ചത്. ഇവിടെ എന്താണ്? സ്ട്രക്ചർ ആണ്. When an element of a structure become another structure, nested structure എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. Array structure is possible. Array of structure possible ആണ്. Structure can contain array as a element. ഇത്രയും പോയിന്റ്, 4 പോയിന്റ്, 5 പോയിന്റ് വൃത്തിക്ക് പഠിക്കുക. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഒക്കെ, ഈ ഒരു ഡിഫറൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇതാണ്. അറേ വേഴ്സസ് സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് കേട്ടോ. അടുത്ത വലിയൊരു ഭീമനായിട്ടുള്ള ഒരാളാണ് പോയിന്റർ എന്ന് പറയുന്നത്. പേടിക്കേണ്ട ആവശ്യമില്ല. പോയിന്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. എ പോയിന്റർ ഇസ് എ വേരിയബിൾ വിച്ച് കണ്ടെയ്ൻ എ മെമ്മറി അഡ്രസ്. പോയിന്റർ എന്ന് പറയുന്ന സമയത്ത് ഓർക്കേണ്ടത്, പോയിന്റർ എന്ന് പറയുന്ന ഒരാൾക്ക് അയാളുടെ ഉള്ളിൽ ആരുണ്ട്? ഒരു മെമ്മറി അഡ്രസ് ഉണ്ട്. മെമ്മറി അഡ്രസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരാളാണ് പോയിന്റർ എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ് പഠിച്ചോ. ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ. ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ വേരിയബിൾ എന്താണ്? ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇന്റ് ആണ് അല്ലെ. ഇന്റ് ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ഒരു വേരിയബിൾ ഞാൻ എഴുതി എ എന്ന് പറഞ്ഞ വേരിയബിൾ. ഇതൊരു പോയിന്റർ വേരിയബിൾ ആണെങ്കിൽ തൊട്ടപ്പുറത്ത് ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. ഒരു സ്റ്റാർ ഇട്ടിട്ട് ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു നെയിം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? അത് പോയിന്റർ ആണ്. എന്താണ്? പോയിന്റർ ആണ്. ഫ്ലോട്ട് സ്റ്റാർ ബി ഉണ്ട്, ക്യാർ സ്റ്റാർ സി ഉണ്ട്. ഓക്കെ,
ഓക്കെ, അത്ര കാര്യങ്ങളുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിലേക്ക് പോവാം. 2 ഓപ്പറേറ്റർ പഠിക്കണം. പോയിന്ററിലേക്ക് പോകുന്നതിന് മുന്നേ 2 ഓപ്പറേറ്റർ പഠിക്കണം. ഇത് എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾക്ക് ഔട്ട്പുട്ട് എടുത്ത് എഴുതാനുണ്ടാവും. ആൻഡ് ഓപ്പറേറ്റർ ഉണ്ടാവും, സ്റ്റാർ ഓപ്പറേറ്റർ ഉണ്ടാവും, ആംപർസെന്റ് ഓപ്പറേറ്റർ ഉണ്ടാവും. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ട് എഴുതാനുണ്ടാവും. നോക്കാം. 2 ഓപ്പറേറ്റർ ആണ് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ് സ്റ്റാർ. അതിൽ അഡ്രസ് ഓപ്പറേറ്റർ ആണ് ആൻഡ് എന്ന് പറയുന്നത്. ഇതാണ് അഡ്രസ് ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് യൂസ് ടു ഗെറ്റ് അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആൻഡ് ഉപയോഗിക്കുന്നത്. അല്ലടാ, ആൻഡ് ഉപയോഗിക്കുന്നത് അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നേരെ അടുത്തേക്ക് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സാധനം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനം. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. എക്സാമിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു പെട്ടി വരയ്ക്കാതാ. ഇതാണ് ആ കാണുന്ന ബോക്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ബോക്സ് വരയ്ക്കാം. ബോക്സിന്റെ മുകളിൽ എഴുതുക, അതായത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താ. ഇന്റ് എ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഇന്റ് എ ഈക്വൽ ടു 25. നമ്മൾ സിസ്റ്റത്തിനോട് പറയാണ്, സിസ്റ്റമേ, അതായത് എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ, ഇന്റ് എ ഈക്വൽ ടു 25 എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനകത്ത് ഞാൻ 25 സ്റ്റോർ ചെയ്തു. എന്താണ് 25 സ്റ്റോർ ചെയ്തു? അതിനെ നേരെ നമ്മളൊരു എന്താണ് ഒരു എന്താ പറയുക, ഒരു ഇമേജിനറി ഒരു വിഷ്വലൈസേഷൻ നമ്മൾ കൊടുത്തതാണ്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അവിടെ മെമ്മറിയിൽ ഏതോ ഒരു സ്പേസിൽ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്, ഒരു വേരിയബിൾ വന്നിട്ടുണ്ട്. എയിനകത്ത് 25 സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മെമ്മറിയിൽ ഏതോ ഒരു അഡ്രസ്സ് കൊടുത്തു. 1001 തന്നെ വേണമെന്നൊന്നുമില്ല, 1001 തന്നെ വേണമെന്നില്ല, ഏതോ ഒരു അഡ്രസ്സ് മെമ്മറിയിൽ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവിടെ എന്തൊക്കെയുണ്ട്? ഒരു എ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ എന്താ പറയാ, നെയിം എന്ന് പറയാം. എന്താണ് നെയിം എന്ന് പറയാം? വേരിയബിൾ നെയിം എന്ന് പറയാം. 25 എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള കോണ്ടന്റ് ആണ്. എന്താണ് അതിനകത്തുള്ള? അതിനെ പറയുന്ന പേരാണ് ആർ വാല്യൂ. എന്താണ് ആർ വാല്യൂ? ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. എന്താണ്? അതിനെ പറയുന്ന പേരാണ് ആർ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത് അഡ്രസ് ആണ്. എന്താണ്? എൽ വാല്യൂ എന്ന് പറയുന്നത് അഡ്രസ് ആണ്. എൽ വാല്യൂ എന്ന് പറയുന്ന അഡ്രസ്, ആർ വാല്യൂ എന്ന് പറയുന്നത് കണ്ടന്റ്. ഈ 2 കാര്യം പഠിച്ചാൽ മതി. ഓക്കെ അല്ലേടാ? ഇത് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തുമെന്ന് പോലെ എനിക്കറിയില്ല. എത്തുന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. ഓക്കെ, സി ഔട്ട് എ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ വരിക? സി ഔട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പ്രിന്റ് ചെയ്യും. എന്താണ് എയിനകത്ത് എന്താണുള്ളത്? അതാണ് സി ഔട്ട് അല്ലെ? സി ഔട്ട് എ എന്ന് പറഞ്ഞാൽ 25 പ്രിന്റ് ചെയ്യും. ആംപ്രസെന്റ് എ എന്ന് പറഞ്ഞാൽ ആംപ്രസെന്റ് എ അഡ്രസ് ഓപ്പറേറ്റർ ആയിരുന്നു. എന്താണ്? അഡ്രസ് ഓപ്പറേറ്റർ ആണ് അല്ലെ? അഡ്രസ് ഓപ്പറേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഈ എയുടെ അഡ്രസ് വരും. എയുടെ അഡ്രസ് എന്താ? 1001 ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? അടുത്തയിലേക്ക് പോവാം. ഒന്നുകൂടി എന്താ പറഞ്ഞത്? വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് 2 വാല്യൂസ്. ഒന്ന് പറയുന്നത് എൽ വാല്യൂ ആണ്, രണ്ടാമത് പറയുന്നത് ആർ വാല്യൂ ആണ്. എൽ വാല്യൂ ഇസ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ ആൻഡ് ആർ വാല്യൂ ഇസ് ഇറ്റ്സ് കണ്ടന്റ്. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് വീണ്ടും കൊടുത്തത്. ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്ത സ്റ്റാർ ഓപ്പറേറ്റർ ആണ്. എന്താണ് സ്റ്റാർ ഓപ്പറേറ്റർ? സ്റ്റാർ ഓപ്പറേറ്റർ ഇസ് നോൺ ആസ് 3 പേരിൽ അറിയപ്പെടും. ഇൻഡക്ഷൻ ഓപ്പറേറ്റർ, ഡീറഫറൻസ് ഓപ്പറേറ്റർ ആൻഡ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. സ്റ്റാർ ഓപ്പറേറ്ററിനെ 3 പേരിൽ അറിയും. 3 പേരിൽ അറിയാൻ കാരണമുണ്ട്. ഒന്ന് ഇൻഡക്ഷൻ ആണ്, ഒന്ന് ഡീറഫറൻസ് ആണ്, ദെൻ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ആണ്. 3 പേര് കൃത്യമായിട്ട് പഠിക്കാം. സ്റ്റാർ ഓപ്പറേറ്ററിന് ചോദിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ ഓപ്പറേറ്റർ എന്നും ഡീറഫറൻസ് ഓപ്പറേറ്റർ എന്നും വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നും പറയാറുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഈ പറഞ്ഞ ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക്, അതായത് ഫോളോയിങ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ ആട്ടോ. ഈ ഫിഗറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. സി ഔട്ട് ആംപർസെന്റ് നം എന്ന് പറഞ്ഞാൽ നമ്മിൽ എന്താണോ സ്റ്റോർ ചെയ്തത് അതിന്റെ അഡ്രസ് അല്ലെ? PTR1 എന്ന് പറഞ്ഞാൽ അത് പോയിന്റർ ചെയ്യുന്ന വേരിയബിളിലെ അഡ്രസ്. ഓക്കെ, നം എന്ന് പറഞ്ഞാൽ നമ്മിനകത്ത് സ്റ്റോർ ചെയ്തത് അത് 25 ആണ്. സ്റ്റാർ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോർ ചെയ്തിട്ടുള്ള അതിനകത്തുള്ള വാല്യൂ 25 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ബോധേഡ് ആവണ്ട. എക്സാം ഓറിയന്റഡിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു അതിന്റെ അകത്ത് വരുന്ന, അതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈസി എഴുതാൻ പറ്റും. ഇത് ഏറ്റവും മുകളിലത്തെ എക്സാമ്പിൾ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സി ഔട്ട് സ്റ്റാർ PTR എന്തായിരുന്നു, സ്റ്റാർ നം എന്തായിരുന്നു, വേറൊരു ഡീറ്റെയിൽ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അടുത്ത മെമ്മറി അലോക്കേഷൻ ആണ്. 2 ടൈപ്പിൽ, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. എന്താണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ? 2 ടൈപ്പ്. മെമ്മറി അലോക്കേഷൻ ബിഫോർ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം ആണെങ്കിൽ അത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. താഴെ ഞാൻ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മെമ്മറി അലോക്കേഷൻ ബിഫോർ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാമിനെ നമുക്ക് സ്റ്റാറ്റിക് അലോക്കേഷൻ എന്നും ഡ്യൂറിംഗ് എക്സിക്യൂഷനെ നമുക്ക് ഡൈനാമിക് അലോക്കേഷൻ എന്ന് പറയും. സ്റ്റാറ്റിക്കും ഡൈനാമിക്കും രണ്ടുമായിട്ട് ബന്ധപ്പെട്ട ടേബിൾ അങ്ങ് പഠിച്ചാൽ പ്രശ്നം തീർന്നു. ടേബിൾ അങ്ങ് പഠിക്കാനുള്ളൂ, ഡിഫറൻസ് തമ്മിലുള്ള ടേബിൾ പഠിക്കാനുള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുന്നേ 2 ആളെ പരിചയപ്പെടണം. ന്യൂ ആൻഡ് ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡൈനാമിക് ഓപ്പറേറ്ററുകളാണ്. ന്യൂ ആൻഡ് ഡിലീറ്റ് ആൻഡ് ഡൈനാമിക് ഓപ്പറേറ്ററാണ്. വളരെ എനിക്ക് ഇഷ്ടമുള്ള, വളരെ ഒരു രസമുള്ള ടോപ്പിക്. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. മെമ്മറി അലോക്കേഷനായിട്ട് ബന്ധപ്പെട്ട ന്യൂ ഓപ്പറേറ്റർ ഉണ്ട്, ഡിലീറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ശ്രദ്ധിച്ചേക്കണേ. ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അലോക്കേറ്റ് മെമ്മറി ഡ്യൂറിംഗ് ദി എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ സമയത്ത്
മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ന്യൂ ഓപ്പറേറ്റർ. ഇറ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, ഡിലീറ്റ് ഓപ്പറേറ്റർ എന്താ? ഡിലീറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു ഡി അലോക്കേറ്റ്, ഈ അലോക്കേറ്റ് ചെയ്ത മെമ്മറിനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ റിലീസ് ദ മെമ്മറി ക്രിയേറ്റഡ് ബൈ ന്യൂ ഓപ്പറേറ്റർ. ന്യൂ ഓപ്പറേറ്റർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന മെമ്മറിനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും വെച്ചിട്ടുള്ള ഒരു സാധനമാണ് മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അതായത് നമ്മൾ കുറച്ചൊരു മെമ്മറി ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് മെമ്മറി ഉണ്ടാക്കി ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ച് നമുക്ക് ഡിലീറ്റ് ആക്കണം. അതാണ് ഡി അലോക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഡിലീറ്റ് ആക്കിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ മെമ്മറി വെറുതെ അത് ലീക്കായി പോകും. അതായത് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന മെമ്മറി ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ വരുന്ന സിറ്റുവേഷൻ, ദെൻ അറൈസ് എ സിറ്റുവേഷൻ ഈസ് കോൾഡ്, ദാറ്റ് ഈസ് കോൾഡ് ദി മെമ്മറി ലീക്ക് എന്ന് പറയുന്നത്. ഇഫ് ദ മെമ്മറി ക്രിയേറ്റഡ് ബൈ ദ ന്യൂ ഓപ്പറേറ്റർ ഈസ് നോട്ട് റിമൂവ്ഡ് ബൈ ദ ഡിലീറ്റ് ഓപ്പറേറ്റർ, ദെൻ ദിസ് മെമ്മറി വിൽ ബി ബ്ലോക്ക്ഡ്, വിൽ നോട്ട് ബി റീഅലോക്കേറ്റഡ്, ദെൻ റൈസ് ദ സിറ്റുവേഷൻ ഈസ് നോൺ ആസ് മെമ്മറി ലീക്ക്. പഠിക്കുക, സിമ്പിൾ ആണ്. മെമ്മറി ലീക്കിന്റെ കാരണങ്ങൾ എന്താ? ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ദ മെമ്മറി ദാറ്റ് ഹാസ് ബീൻ അലോക്കേറ്റഡ് ഡൈനാമിക്കലി. യൂസ് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സാധനം എന്ത് ചെയ്താ? ഡിലീറ്റ് ആക്കാൻ മറന്നുപോയി. ഫെയിൽ ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ടു പ്യുവർ ലോജിക്. അതായത് അന്തമില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയി, ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ല. അസൈനിങ് ദ അഡ്രസ് റിട്ടേൺ ബൈ ന്യൂ ഓപ്പറേറ്റർ ടു ദ പോയിന്റർ ദാറ്റ് ഈസ് ഓൾറെഡി. സിമ്പിൾ ആയിട്ടുള്ള 3 പോയിന്റ്. അടുത്ത ടേബിൾ, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ആരാ ഫിൽ ചെയ്യാ? ഞാൻ ഫിൽ ചെയ്ത് തരാം. ഈ കിടക്കുന്ന സാധനമാണ്. ഈ പറഞ്ഞ പോയിന്റ് 5 പോയിന്റ് ഉണ്ട്. 5 മാർക്കിന് വേണ്ടിയിട്ടുള്ള 5 പോയിന്റ്, 5 ഡിഫറൻസ് ടേക്ക് പ്ലേസ് ബിഫോർ ദ എക്സിക്യൂഷൻ. നമുക്കറിയാം ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ആണ് ഡൈനാമിക്. നോ സ്പെഷ്യൽ ഓപ്പറേറ്റർ നീഡഡ്. സ്റ്റാറ്റിക്കിൽ സ്പെഷ്യൽ ഓപ്പറേറ്റർ വേണ്ട. ന്യൂ ഓപ്പറേറ്റർ എവിടെ ആവശ്യമുണ്ട്? ഡൈനാമിക്കിൽ ആവശ്യമുണ്ട്. പോയിന്റർ ഈസ് നോട്ട് റിക്വയർഡ്. പോയിന്റർ എവിടെ ഇല്ല? സ്റ്റാറ്റിക്കിൽ ഇല്ല. പോയിന്റർ ഈസ് നോട്ട് എസെൻഷ്യൽ. ഡൈനാമിക്കിൽ എന്ത് വേണം? ഇത് ആവശ്യമുണ്ട് കേട്ടോ, മാറിപ്പോയതാണ്. ഡാറ്റ ഈസ് റെഫറൻസ് യൂസിങ് വേരിയബിൾ ആണ്. ഡാറ്റ ഈസ് റെഫറൻസ് യൂസിങ് പോയിന്റർ ആണ്. നോട്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് നീഡഡ് ഫോർ ഡി അലോക്കേഷൻ. ഡി അലോക്കേഷൻ സ്റ്റാറ്റിക്കൽ ആവശ്യമില്ല. ഡി അലോക്കേഷൻ ഡൈനാമിക്കിൽ ആര് വേണം? ഡിലീറ്റ് ഓപ്പറേറ്റർ വേണം. സിമ്പിൾ അല്ലടാ. ഓപ്പറേഷൻ ഓൺ പോയിന്റേഴ്സ്. പോയിന്റേഴ്സിലുള്ള ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അരിത്തമാറ്റിക് ഓപ്പറേഷൻ ഉണ്ട്, റിലേഷണൽ ഓപ്പറേഷൻ ഉണ്ട്. അരിത്തമാറ്റിക് ഓപ്പറേഷൻ അഡീഷൻ ഉണ്ട്, പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട് അല്ലെ. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. 2 കാര്യം ഓർത്ത് വെച്ചാൽ മതി. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. റിലേഷൻ ഓപ്പറേഷൻ പോയിന്റർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇട്ട് കഴിഞ്ഞാലാണ് ഈക്വാലിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മറ്റേത് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ജസ്റ്റ് ഒരു ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഒന്നിലേക്ക് അസൈൻ ചെയ്യാം. എ ഈക്വൽ ടു ഞാൻ എന്ത് പറയണേ? എ ഈക്വൽ ടു സ്ട്രോങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രോങ് എന്ന് പറയുന്ന സാധനം എയിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? മഴ വരുന്നുണ്ട്, സൗണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോൺ ഈക്വാലിറ്റി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കുത്തിട്ടിട്ട് ഒരു എക്സ്ക്ലമേഷൻ ഇട്ടിട്ട് ഈക്വൽ ടു ഇട്ടാൽ മതി. ഓക്കെ അല്ലടാ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, ഡൈനാമിക് അറേ ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആണ്. ഏതൊക്കെയാണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഡൈനാമിക് അറേ ഈസ് ക്രിയേറ്റഡ് ഡ്യൂറിംഗ് റൺ ടൈം യൂസിംഗ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓപ്പറേറ്റർ ഏതാണ്? ന്യൂ ഓപ്പറേറ്റർ ആണ്. സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, പഠിച്ചാൽ മതി. അടുത്ത് പോയിന്റർ ആൻഡ് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. മുന്നേ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ പ്രത്യേകിച്ചില്ല, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു സാധനം എങ്ങനെയാണ് സി ഔട്ടും കാര്യങ്ങളും വരുന്നത്. ക്യാരക്ടർ അറേ ഡിക്ലറേഷൻ, ക്യാരക്ടർ പോയിന്റർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോന്നും ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ടു ഇൻപുട്ട് എ സ്ട്രിംഗ് സേ പ്രോഗ്രാം സി ഇൻ str എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, ജസ്റ്റ് അത് മാത്രം ഒന്ന് നോക്കാം. ഓക്കെ അല്ലടാ. അഡ്വാൻറ്റേജസ് ഓഫ് ക്യാരക്ടർ പോയിന്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 പോയിന്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങളാണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അറേ ഓഫ് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പഠിക്കാം. സപ്പോസ് വി വാണ്ട് ടു സ്റ്റോർ നെയിം ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്. ക്യാരക്ടർ അറേ or a character pointer can be used to store. ക്യാരക്ടർ അറേ അല്ലെങ്കിൽ ക്യാരക്ടർ പോയിന്റർ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത്ര ഇതുവരെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. മെയിൻ ആയിട്ട് അടുത്ത് ചോദിക്കുന്ന ഒരു സാധനമാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, ഒരു സ്ട്രക്ചർ വേറെ സ്ട്രക്ചർ തന്നെ വിളിക്കുകയാണെങ്കിൽ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയാം. എന്താണ് എവിടെ ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, employees known as self-referential structure എന്ന് വായിച്ചോക്കെ. A self-referential structure in which one of the element is a pointer at the same structure. A location of this type contain data and address of another location. Okay, at the same time this location can again contain data. ഒന്നുമില്ല, അവിടെ താഴെ നോക്കിയാൽ ഈ 12 എന്നുള്ള ആള് ഞാൻ ഇയാൾക്ക് കിട്ടുന്ന സമയത്ത് ഇയാളെടുത്ത് ഓൾറെഡി എന്തായി 12 ആയി. അടുത്ത ആൾക്ക് കൊടുത്തു an employee of a structure type pointer to another pointer. അടുത്തയിലേക്ക് പോയിന്റ് കൊടുത്തതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എലമെന്റ് എംപ്ലോയി EP ഈസ് എ പോയിന്റർ ഓഫ് എംപ്ലോയി ഡാറ്റ ടൈപ്പ്. ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്താണ്. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെന്റ് ഈസ് എ പോയിന്റർ ടു ദി സെയിം സ്ട്രക്ചർ. ഒരു എലമെന്റ് ആ സെയിം സ്ട്രക്ചറിലേക്ക് ഒരു പോയിന്റർ ആണെങ്കിൽ അതിനെ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഇല്ല, അവസാനത്തെ ഭാഗമാണ് ജസ്റ്റ് വായിക്കാനുള്ളത്. അത്രയേ ഒന്നാമത്തെ ചാപ്റ്റർ ഉള്ളൂ. 19 മിനിറ്റ് കൊണ്ട് ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ എവിടെയെങ്കിലും തീരുന്നത് കണ്ടിട്ടോ? അപ്പൊ പറയും സാർ ഓടിച്ചു പോയതല്ലേ. എവിടെയാണ് ഓടിച്ചു പോയത്, എന്താ മനസ്സിലാവാത്തത്? നേരെ വാട്സപ്പ് കയറാം, നമ്പർ ഉണ്ടെങ്കിൽ നേരെ അതിൽ നമ്പർ ഉണ്ട്, അതിൽ നിന്ന് നേരെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഇത്രയും നേരം നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അല്ല. എക്സാം ഓറിയന്റഡിൽ ഓണം എക്സാം നടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണം? ഒന്നാമത്തെ ചാപ്റ്റർ വളരെ വൃത്തിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വൃത്തിക്ക് എന്ന് പറയാം ഒരു 90% എന്ന് പറയാം. 90% വളരെ ക്ലിയർ ആക്കി. അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇനി നിങ്ങൾക്ക് നേരെ കഴിഞ്ഞ ചാപ്റ്ററിൽ ടെക്സ്റ്റ് എടുത്ത് നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും പോയിന്റ് വിട്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറയാം. ഈ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് നിങ്ങളെ അടുത്തുള്ള ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം CS സ്റ്റുഡൻസിനെ വളരെ വളരെ എന്തായിട്ടാണ് കമന്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെ നിങ്ങൾക്കൊരു മറ്റുള്ള സ്റ്റുഡൻസിന്റെ അത്ര ഒരു ഇത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ടോ? വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ട് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്നുകൂടി ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാനും CS ആണ് പഠിച്ചത് കുറച്ചു കാലം മുന്നേ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വൃത്തിക്കുള്ള നോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു എന്നുള്ളൂ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് മാത്രം ബേസ് ചെയ്തിട്ടല്ല, നമ്മളായിട്ട് സ്വന്തമായിട്ട് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ഇതേ എനർജി തന്നെ നിങ്ങൾ കാണണം കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്റർ കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം. വളരെ വൃത്തിക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം 2-3 പോയിന്റ്സ് ആണ് ആകെ പഠിക്കുന്നത്. കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്താണെന്നും ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഊപ്സ് ഒരു 7 ആൾക്കാരുണ്ട്. 7 ആൾക്കാരെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ സിമ്പിൾ. 7 ആൾക്കാരുടെ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ ഒക്കെ ഇതിൽ റെഡിയാണ്. നിങ്ങൾ റെഡി ആയാൽ മതി. പ്രോഗ്രാമിംഗ് പാരാഡിഗം എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു തിയറിയാണ്. എങ്ങനെയാണ് ഇവിടെ എത്തിയത്. എന്തായാലും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലേക്ക് മുന്നേ ഒരാളുണ്ടാവുമല്ലോ, അയാൾക്ക് എന്തോ ഒരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട്, ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പുതിയൊരു സാധനത്തിലേക്ക് എത്തിയത്. അതായത് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. പ്രോഗ്രാമിംഗ് പാരാഡിഗമാണ്. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം, TOP എന്ന് വിളിക്കും. രണ്ടാമത്തത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാം, നമ്മുടെ സ്വന്തം ഊപ്സ്. ഓക്കെ, ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഫംഗ്ഷൻ ദാൻ ദാറ്റ് ഡാറ്റ. ഡാറ്റയ്ക്കല്ല, ഫംഗ്ഷൻ ആണ് മോർ ഇമ്പോർട്ടൻസ് ടു ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ആളാണ് പ്രൊസീജിയർ ഓറിയന്റഡ്. ചെയ്യുന്ന പ്രൊസീജിയറിനാണ്, ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട 2-3 എക്സാമ്പിൾ പഠിക്കുക. C, COBOL, FORTRAN എന്ന് പറഞ്ഞ ലാംഗ്വേജുകളൊക്കെ ഈ പറഞ്ഞ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിന് എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഊപ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു ഡാറ്റ. എന്താണ്? ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വിച്ച് മീൻസ് ഡാറ്റയ്ക്കാണ്, ഇപ്പോഴത്തെ എല്ലാം ഡാറ്റയാണ്, ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ റിയൽ ലൈഫ് തിങ്സ് ആണ്. എന്താണ് നമ്മളിപ്പോ പഠിക്കുന്ന C++, ജാവ, C# ഒക്കെ എന്താണ് ഈ പറഞ്ഞ ഊപ്സിന് എക്സാമ്പിൾ ആണ്. നേരെ അടുത്തേക്ക് പോവാം. പ്രൊസീജിയർ വാസസ് ഊപ്പ് എന്ന് പഠിക്കാം. പ്രൊസീജിയറിൽ ഡാറ്റ എന്ന് പറയുന്നത്, പ്രൊസീജിയറിൽ ഡാറ്റ ലെസ് വാല്യൂബിൾ ആണ്. ഊപ്സിന്റെ കേസിൽ ഡാറ്റ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. പ്രൊസീജിയർ ഗീവ്സ് മോർ ഇമ്പോർട്ടൻസ് ടു പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മറ്റോടത്ത് പ്രൊസീജിയറിന് ലെസ് ഇമ്പോർട്ടൻസ് ആണ്. ക്രിയേറ്റിംഗ് ന്യൂ ടൈപ്പ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിൽ അത് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഊപ്സിൽ ന്യൂ ഡാറ്റ ടൈപ്പ് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. പുവർ റിയൽ വേൾഡ് മോഡലിംഗ് ആണ്, ഈസി ടു ഡിഫൈൻ റിയൽ വേൾഡ് സിറ്റുവേഷൻ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊസീജിയർ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ക്ലിയർ അല്ലേ? ഫാസ്റ്റ് ആണ്. അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്സ് പഠിക്കാം. അത് എന്താണ് പഠിക്കുന്നത്? ഇപ്പൊ തന്നെ പഠിച്ചു. ഊപ്സ് പ്രൊവൈഡ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഓഫ് ദ പ്രോഗ്രാമിന്റെ ഒരു ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ തരും. ഇറ്റ് ഈസ് ഗുഡ് ഫോർ എന്താണ് ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്യാൻ എന്താണ് വളരെ ഗുഡ് ആണ്. ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അനദർ മൊഡ്യൂൾസ് ആൻഡ് ഹാവ് ക്ലിയർലി ഡിഫൈൻഡ് ഇന്റർഫേസ്. അപ്പൊ ഈ അഡ്വാൻറ്റേജസ് പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ പറഞ്ഞ 7 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അതാ പറയുന്നത്. ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസ് ഹിഡൻ ചെയ്യും. അതിനൊക്കെ എന്താ ഉപയോഗിക്കുന്നത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ ഒക്കെ നമ്മൾ പഠിക്കാവുന്നുള്ളൂ. ഇറ്റ് ഈസ് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ എക്സിസ്റ്റിംഗ് കോഡ് ആസ് ന്യൂ ഒബ്ജക്ട് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് എക്സിസ്റ്റിംഗ് വൺ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഇംപ്ലിമെന്റ് റിയൽ ലൈഫ് സിനാരിയോസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻ ന്യൂ ഡാറ്റ ടൈപ്സ് as well as ന്യൂ ഓപ്പറേഷൻ ഫോർ ഓപ്പറേറ്റേഴ്സ്. ക്ലിയർ അല്ലേടാ? ഇത്രയും പോയിന്റ് പഠിക്കണം കേട്ടോ. പഠിക്കണേ. ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഊപ്സ് വളരെ കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് പഠിക്കേണ്ട ആള് ഒബ്ജക്റ്റ് ആണ്. കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് ക്ലാസ്. ഒബ്ജക്റ്റും ക്ലാസും. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താ, വളരെ സിമ്പിൾ ആയിട്ടൊരു ഡയഗ്രാം കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്താ, പോളിമോർഫിസം വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനം. പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, മോഡലിറ്റി. 7 കാര്യം 2 ലൈനിൽ
ഒതുങ്ങുന്ന 7 എണ്ണത്തിന്റെയും ഡെഫിനിഷൻ. ഈ ഒരു ഇൻഹെറിറ്റൻസിൽ മാത്രം ഒരു അഡീഷണൽ ആയിട്ട് ഒരു 5 6 നമ്മൾ ഇൻഹെറിറ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കുന്നത് മോഡുലാരിറ്റിയോടെ നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്റർ ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് 10 മിനിറ്റ്സ് ഇതാ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ റെഡി ആണെങ്കിൽ അടുത്ത 10 മിനിറ്റ്സ് ഇതാ നിങ്ങൾ ഇങ്ങോട്ട് തന്നാൽ മതി, ബാക്കി കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഒബ്ജക്റ്റ് ക്ലാസ്, ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഇതിൽ ആദ്യം പഠിക്കേണ്ട ഈ 7 എണ്ണത്തിന്റെ പേരാണ്. ക്ലാസ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, എന്താണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ്, മോഡുലാരിറ്റി. എന്താണ് ഒപ്പം പറഞ്ഞോ? ക്ലാസ്, ഒബ്ജക്റ്റ്, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് ആൻഡ് മോഡുലാരിറ്റി. റെഡി അല്ലേ? ഒബ്ജക്റ്റ് എന്താ, ക്ലാസ് എന്താ? ആദ്യം ഇത് രണ്ടും വ്യക്തമാക്കിയത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡിലുള്ള സാധനം കേട്ടോ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് സിംപ്ലിഫൈഡ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ പ്രൊവൈഡിങ് സം കോൺസെപ്റ്റ് സച്ച് സോറി അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഈ പറഞ്ഞ കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ച് വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഒബ്ജക്റ്റ് അവിടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ടെക്സ്റ്റിലെ ഫിഗർ ആണ്, നമുക്ക് അതൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ടുള്ള 2 വരി കാര്യം ഞാൻ പറഞ്ഞത്. ടെക്സ്റ്റിൽ പറയുന്നത് എന്താണ്? എനിത്തിങ് ദാറ്റ് വി സീ അറൗണ്ട്, എന്തൊക്കെ നമ്മൾ പുറത്ത് കാണുന്നു അതൊക്കെ എന്താണ്, ക്യാൻ ബി ട്രീറ്റഡ് ആസ് എൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓൾ ദീസ് ഒബ്ജക്റ്റ് ഹാവ് പ്രോപ്പർട്ടി, അതിനെന്ത് പറയും, മെമ്പർ, ഡാറ്റ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ. ആൾസോ അതിനെന്ത് പറയും, മെമ്പർ അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ, മെത്തേഡ്സ് ഒക്കെ പറയും. സം എക്സാമ്പിൾ ഓഫ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട കേട്ടോ. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ an object is defined via its എന്താണ് which determines everything about an object. ഇതൊന്നും വേണ്ട, ഇത് ഞാൻ ജസ്റ്റ് ടെക്സ്റ്റിലുള്ള കാര്യം മാത്രം നോക്കിയത്. നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലാസിന്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റിന്റെ സ്പെല്ലിംഗ് തെറ്റിയേണ്ടത് താഴെ. ഓക്കെ, ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഫീച്ചേഴ്സ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലാസിന് എല്ലാ ഫീച്ചേഴ്സും ഒബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലാസ്? എന്താണ് ക്ലാസ്? ക്ലാസ് കൺസിസ്റ്റ് ഓഫ് 2 ഡാറ്റയാണ്. ക്ലാസ്സിനകത്ത് എന്തുണ്ട്? ഡാറ്റയും ഉണ്ട്, ഫംഗ്ഷൻ ആക്ട് അപ്പോൺ ഡാറ്റ. ഡാറ്റയും ഉണ്ട്, ഡാറ്റയ്ക്ക് എന്താണ് ആക്ട് ചെയ്യുന്ന, ഡാറ്റയുടെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫംഗ്ഷനും ഉണ്ട് ക്ലാസ്സിനകത്ത്. ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറയാം. ക്ലാസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. ദാറ്റ് ഡിഫൈൻ ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ. ദാറ്റ് ഡിഫൈൻ data and function. It represents the set of properties or methods that are common to all object. It represents the set of properties of methods that common to all objects. Class il anganenge object and the object is an instance of class. Objects are created from class. Class il ninnulla object എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എക്സാമ്പിളിലേക്ക് വരാം. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് യൂസ് ടു ക്രിയേറ്റ് ഒബ്ജക്റ്റ് ആണ്. ഇറ്റ് ഡിഫൈൻ ദി പ്രോപ്പർട്ടി, ഡാറ്റ ആൻഡ് ബിഹേവിയർ. മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ഹാവ് കണ്ടെയ്ൻ ഡാറ്റ, മെമ്പർ ആൻഡ് മെത്തേഡ്സ്. എന്താണ്? ഡസ് നോട്ട് ഒക്കുപൈ മെമ്മറി അണ്ടിൽ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ജസ്റ്റ് അതിന്റെ എക്സ്ട്രാ പോയിന്റുകൾ പറഞ്ഞാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ക്ലാസ് ഈസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ്. റെഡി അല്ലേ? കാർ എന്ന് പറഞ്ഞ ക്ലാസ് ആണെങ്കിൽ BMW, മെഴ്സിഡീസ്, ഓഡി ഒക്കെ പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റുകളാണ് അല്ലെ? എക്സാമ്പിൾ വേണ്ടേ? നിങ്ങളായിട്ട് സ്വന്തമായിട്ടുള്ള എക്സാമ്പിളുകൾ. ഫ്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ, ഓറഞ്ച് ഒക്കെ എന്താണ്? ഒബ്ജക്റ്റുകളാണ്. ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ്. ഒബ്ജക്റ്റിൽ ഒന്നുകൂടി പറയാം. ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഇറ്റ് റെപ്രസെന്റ് ദ റിയൽ വേൾഡ് എൻറ്റിറ്റി ദാറ്റ് ക്യാൻ ബി ദി സെയിം പ്രോപ്പർട്ടി മെത്തേഡ് ഡിഫൈൻ ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലുള്ള സെയിം പ്രോപ്പർട്ടി ഇതൊക്കെ വരുന്ന സാധനമാണ്. ക്ലാസ് ഡോഗ് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ടോമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോഗിനെ എടുത്തിട്ടുണ്ട്. ഡോഗിന് എന്തുണ്ട്? ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സിൽ എന്ത് പ്രോപ്പർട്ടി? നെയിം എന്തുണ്ട്? മെത്തേഡ് ഉണ്ട്. ഗെറ്റ് നെയിം, കളർ, ഗെറ്റ് കളർ. പ്രോപ്പർട്ടിയിൽ നോക്കുമ്പോൾ നെയിം എന്തായി? ടോമിയായി. അതിന് കളർ ഗ്രീൻ എന്ന് കൊടുത്തു. മനസ്സിലായോ? ഡോഗ് എന്ന് പറയുന്ന ക്ലാസ് ആണ്. ടോമി ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് എ ബ്ലൂ പ്രിന്റ്. ഓക്കെ, ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിന്റ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഇനി കുറച്ച് ഹാൻഡ് റിട്ടൺ നോട്ട്സുകളാണ്. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത നോട്ടാണ്, പക്ഷെ ഒരു 5-6 കൊല്ലം മുന്നേ പഴക്കമുള്ളതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് നോക്കാം. പ്രശ്നങ്ങളൊന്നുമില്ല, വ്യക്തമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഓഫ് ക്ലാസ് ക്രിയേറ്റിംഗ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റ്. ഞാൻ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ നേരത്തെ ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല, അതിന്റെ സ്ട്രക്ചർ പഠിച്ചത്, എല്ലാം കണക്റ്റഡ് ആണ്. അതിനകത്ത് പ്രൈവറ്റിനകത്ത് ഞാൻ കൊടുത്തു റോൾ നമ്പർ, ക്യാരക്ടർ 20 കൊടുത്തു. പബ്ലിക്കിനകത്ത് വോയിഡ് റീഡ്, വോയിഡ് എന്താണ് പ്രിന്റ് എന്ന് കൊടുത്തു. ഈ മുകളിൽ കൊടുത്ത ഇത്രയും സാധനമാണ് ഡാറ്റ. എന്തൊക്കെയാണ് വേണ്ടത്? ഡാറ്റ. ഫംഗ്ഷൻ ആണ് താഴെ കൊടുത്തത്. ഡാറ്റയും ഫംഗ്ഷൻ എവിടെ ഉണ്ട്? ക്ലാസ്സിനകത്തുണ്ട്. ക്ലാസ് സ്റ്റുഡന്റിനകത്താണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഒബ്ജക്ട് ക്രിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു എനകത്ത് എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നോക്കിയില്ലേ? അങ്ങനെയാണെങ്കിൽ S1 S2 എന്ന് പറയുന്നത് S2 S3 ഈ പറയുന്ന സാധനം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലെ S1 S2 S3 എന്നൊക്കെ പറയുന്നത് ഈ പ്രോപ്പർട്ടീസ് ഉള്ള ഏതൊക്കെ പ്രോപ്പർട്ടി? റോൾ നമ്പർ, നെയിം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ഒബ്ജക്റ്റുകളാണ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിലെ ഒബ്ജക്റ്റുകളാണ് ഈ പറഞ്ഞിട്ടുള്ള S1 S2 S3 ഇതിനെ എല്ലാം പ്രോപ്പർട്ടീസും അതിൽ ഇൻക്ലൂഡ് ചെയ്യും.
ഇനി ഈ ഒബ്ജക്റ്റ് റീഡ് ഫംഗ്ഷൻ എങ്ങനെ വിളിക്കുന്നത്? S1 ഡോട്ട് റീഡ് എന്ന് കൊടുത്താൽ മതി. S1 ഡോട്ട് റീഡ് എന്നും S2 ഡോട്ട് റീഡ് എന്നും. ഇതൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന സാധനമാണ്. ഓക്കെ അല്ലടാ? റെഡി അല്ലേ? അടുത്ത അതിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പ്രൈവറ്റും പബ്ലിക് കൊടുത്ത സമയത്ത് ഇതൊക്കെ ആരാണെന്ന് അറിയണ്ടേ? ആക്സസ് സ്പെസിഫയേഴ്സ്. എന്താണ് ആക്സസ് സ്പെസിഫയേഴ്സ്? പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്. പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OM അല്ല, ON ആട്ടോ. ONLY. ഓൺലി മെമ്പർ ഫംഗ്ഷൻ ക്യാൻ ആക്സസ്. മെമ്പർ ഫംഗ്ഷൻ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ഡിഫോൾട്ട് പ്രൈവറ്റ്. ക്ലാസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആണ്. ക്ലാസ് ബൈ ഡിഫോൾട്ട് എന്താണ്? പ്രൈവറ്റ് ആണ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ എലിമണി ക്യാൻ ആക്സസ്. ആർക്ക് വേണമെങ്കിലും ചപ്പ് ചവറാണ് എവിടെ വന്നിട്ടും എനിക്ക് ആക്സസ് ചെയ്യാം. പബ്ലിക് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? മെമ്പർ ഫംഗ്ഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ഇൻഹെറിറ്റഡ് ക്ലാസ് ക്യാൻ ആക്സസ്. പ്രൊട്ടക്റ്ററിലെ മെമ്പർ ഫംഗ്ഷനും ഇൻഹെറിറ്റഡ് ക്ലാസ്സിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ സാധനം ആക്സസ് ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? ഓക്കെ. ആക്സസ് സ്പെസിഫയേഴ്സ് വീണ്ടും തിരിച്ചു വാ. ക്ലാസും സ്ട്രക്ചറും. സ്ട്രക്ചർ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചു. ക്ലാസ് ഇപ്പൊ പഠിച്ചു. ക്ലാസ് കണ്ടെയ്ൻ ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ ആസ് മെമ്പർ. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിന്റെ അതേ സാധനം തന്നെയാണ്. കണ്ടെയ്ൻ ഓൺലി ഡാറ്റ ആസ് മെമ്പർ എന്ന് പറയുന്നത്. ആക്സസ് സ്പെസിഫയേഴ്സ് പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് എവിടെ ഉണ്ട്? ക്ലാസ്സിലുണ്ട്. ആക്സസ് സ്പെസിഫയേഴ്സ് എവിടെ ഇല്ല? സ്ട്രക്ചറില്ല. സ്ട്രക്ചറും അറേയും പഠിച്ചു. അറേയും സ്ട്രക്ചറും പഠിച്ചു. അതിനുശേഷം ക്ലാസ് സ്ട്രക്ചറാണ് അടുത്ത് പഠിക്കുന്നത്. ബൈ ഡിഫോൾട്ട് മെമ്പേഴ്സ് ആർ പ്രൈവറ്റ്, ബൈ ഡിഫോൾട്ട് മെമ്പേഴ്സ് ആർ പബ്ലിക്. എവിടെ? സ്ട്രക്ചറിൽ. പ്രൈവറ്റ് എവിടെയാണ്? ക്ലാസ്സിൽ. കൃത്യമായിട്ട് പഠിക്കുക. നോട്ട് ചെയ്യാട്ടോ. ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇമ്പോർട്ടൻ്റ്. ഓക്കെ, റെഡി. അടുത്ത ഡാറ്റ അബ്സ്ട്രാക്ഷൻ. മൂന്നാമത്തെ ആളെ. ക്ലാസ് പഠിച്ചു, ഒബ്ജക്റ്റ് എന്താന്ന് പഠിച്ചു. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഞാൻ പറയില്ല കേട്ടോ, അവസാനം ഒന്നുകൂടി പറയാം. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഷോയിങ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ബൈ ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓർ എക്സ്പ്ലനേഷൻ. ഓക്കെ, മനസ്സിലായോ? റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു എന്താ പറയാ, നിങ്ങള് അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളിപ്പോ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് ആഡ് ടു കാർട്ടും ബൈ മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. അല്ലാണ്ട് ഇത് എവിടെ നിന്ന് ആര് കൊണ്ടുപോയി വെച്ചു, എന്ന് ആഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എപ്പോൾ അപ്ഡേറ്റ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഓൺലി എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം ഷോ ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ ഒക്കെ എന്ത് ചെയ്യുക. ഇപ്പോൾ ഒരു യൂസർ നെയിം ആൻഡ് പാസ്വേഡ് അടിക്കാനുള്ള ഒരു ലോഗിൻ പേജാണ്. അതിനകത്ത് നമുക്ക് എന്താ യൂസർ നെയിം അടിക്കാനും പാസ്വേഡ് അടിക്കണം. പക്ഷെ അതിന് പിന്നിൽ ഇത്രയും കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ അത് ലോഗിൻ ചെയ്യണം, അവിടെ പോയി ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അത് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിൽ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യണം, ലോഗിൻ ആവണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യങ്ങളില്ല. അതായത് ഷോയിങ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ബൈ ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, അത്രേ പഠിക്കാനുള്ളൂ. എന്താണ് എൻ്റെ ഒപ്പം പറ? ഷോയിങ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ബൈ ഹൈഡിങ് ദ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, ദാറ്റ് ഈസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. വേണ്ടത് മാത്രം കാണിക്കുക, മറ്റുള്ളവ മറച്ചു വെക്കുക. ഓക്കെ. ഡാറ്റ എൻക്യാപ്സുലേഷൻ, അതൊരു ക്യാപ്സൂൾ പോലെ ഡാറ്റനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്ത് വയ്ക്കുക. ഇറ്റ് ബൈൻഡ്സ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ, ഡാറ്റയും ഫംഗ്ഷനും ബൈൻഡ് ചെയ്യും ടുഗദർ ആൻഡ് കീപ് ദം സേഫ്. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡാറ്റ ഹെഡിങ്. ഇവിടെ എന്താണ്? ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് ഇതൊരു ലൈക്ക് ക്യാപ്സൂൾ ആട്ടോ. പ്രൈവറ്റ് പാർട്ട് ഉണ്ട്, പബ്ലിക് പാർട്ട് ഉണ്ട്. ബൈൻഡ്സ് ഡാറ്റ ആൻഡ് ഫംഗ്ഷൻ, ഡാറ്റയും ഫംഗ്ഷനും ബൈൻഡ് ചെയ്ത് വെക്കുന്നു ടുഗദർ ടു കീപ് ദം സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഉപയോഗിക്കുന്നത്. സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേടാ? ഓക്കെ. എൻക്യാപ്സുലേഷൻ സ്പീക്കറൊക്കെ വരച്ച ഒരു രസമായിട്ട് എഴുതാം. പോളിമോർഫിസം വളരെ രസമുള്ള ഒരാളാണ്. ഇവിടെ ഒരു കുട്ടി ഈ കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞ് സ്റ്റുഡന്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സ്കൂളിലാരാ? സ്റ്റുഡന്റ് ആണ്. ഈ കുട്ടി സ്കൂൾ വിട്ട് കഴിഞ്ഞ് ഇതാ ഒരു ബസ്സിൽ കയറി ആ കുട്ടി ഇതാ വീട്ടിലേക്ക് പോകുന്നു. ബസ്സിൽ കയറുമ്പോൾ ആ കുട്ടി അവിടെ പാസഞ്ചർ അല്ലടാ. ബസ്സിൽ കയറുമ്പോൾ ആ കുട്ടി അവിടെ പാസഞ്ചർ അല്ലേ? അതേ കുട്ടി വീടിന്റെ അടുത്ത് എത്തിയ സമയത്ത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ആ കുട്ടി അവിടെ കസ്റ്റമർ ആയില്ലേ? ഒരേ കുട്ടി തന്നെ സ്കൂളിൽ അവൻ സ്റ്റുഡന്റും ബസ്സിൽ അവൻ പാസഞ്ചറും ഈ പറഞ്ഞ ഷോപ്പിൽ പോയപ്പോൾ അവിടെ കസ്റ്റമറുമായി ആള് മാറിയിട്ടുണ്ടോ? വിച്ച് മീൻസ് ദ എബിലിറ്റി ടു എക്സിസ്റ്റ് ഇൻ മെനി ഫോംസ്, ദാറ്റ് ഈസ് പോളിമോർഫിസം. ഓക്കെ. പോളി മീൻസ് മെനി, മോർഫ് മീൻസ് ദ ഫോംസ്. എന്താണ്? പോളി മീൻസ് മെനി എന്നും മോർഫ് എന്ന് പറയുന്നത് ഫോംസ് എന്നാണ്. അത് കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമോർഫിസം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വന്നത്. ദ എബിലിറ്റി ടു എക്സിസ്റ്റ് ഇൻ മെനി ഫോംസ്. ആള് മാറുന്നുണ്ടോ? ആള് മാറുന്നില്ല. നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വളരെ വൃത്തിക്ക് പഠിക്കാവുന്നവർക്ക് വളരെ രസമായിട്ട് പഠിക്കാവുന്ന ഒരു സാധനമാണ് CS എന്ന് പറയുന്നത്. നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ
ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ പറഞ്ഞ ക്ലാസ്സുകൾ ഓക്കെ ആണ്? ഈ രീതിയിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊന്നും എടുക്കണ്ട, വളരെ സീരിയസ് ആയിട്ട് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്, പോളിമോർഫിസം എന്താണെന്നോ നോക്കിക്കൊടുത്ത് എഴുതിക്കോ, അങ്ങനെയാണോ പഠിക്കേണ്ടത്? അല്ല, റിയൽ ലൈഫ് എക്സാമ്പിൾ അതിലേക്ക് ആഡ് ചെയ്ത് പഠിക്കും. CS ഒക്കെ വളരെ സിമ്പിളാണ്. പോളിമോർഫിസം 2 ടൈപ്പ് ഉണ്ട്, കമ്പൈൽ ടൈം, റൺ ടൈം. കുറച്ചുകൂടി ഡീപ്പായിട്ട് പഠിക്കേണ്ട ഒരു ഇത് പഠിക്കട്ടോ. കമ്പൈൽ ടൈമിൽ ഫംഗ്ഷൻ ഓവർലോഡിങ്, ഓപ്പറേറ്റർ ഓവർലോഡിങ്, വെർച്വൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതിനെ ഡിവൈഡ് ചെയ്ത് വരുന്നുണ്ട്. കമ്പൈൽ ടൈമിൽ എന്താ? ഫംഗ്ഷൻ വിത്ത് ദ സെയിം നെയിം ബട്ട് ഡിഫറെന്റ് പാരാമീറ്റർ ക്യാൻ ആക്ട് ഡിഫറെന്റ്ലി. ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കമ്പൈൽ ടൈം പോളിമോർഫിസത്തിൽ വരുന്നത്. നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാട്ടോ, എക്സാമ്പിൾ കൊടുത്തിട്ട്. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കൊടുത്തിട്ട് അതിനകത്ത് ഒരു പാരാമീറ്ററും പാസ് ചെയ്തിട്ടില്ല. അടുത്ത ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇന്റ് 2 പാരാമീറ്റർ പാസ് ചെയ്തു, ഇന്റ് ഒരു പാരാമീറ്റർ പാസ് ചെയ്തു. ജസ്റ്റ് എക്സാമ്പിൾ എടുക്കുക. കമ്പൈൽ ടൈം പോളിമോർഫിസം. ഇനി റൺ ടൈം പോളിമോർഫിസം ഉണ്ട് അവിടെ, അതിലേക്ക് പോകുന്നതിന് മുന്നേ ബി ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്താണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഗിവ് ന്യൂ മീനിങ് ടു ആൻ എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ആണ്, അതായത് എക്സിസ്റ്റിംഗ് ഓപ്പറേറ്ററിന് പുതിയൊരു മീനിങ് കൊടുക്കാൻ, അതായത് എബിലിറ്റി ടു ഗിവ് ന്യൂ മീനിങ് ടു എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റർ, അതിനൊന്ന് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാൻ പറ്റും. പ്ലസ് ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ഫോർ അഡീഷൻ ആസ് വെൽ ആസ് ടു ജോയിൻ ടു സ്ട്രിംഗ്. അതിന്റെ കൂടെ ഒരു എന്താണ് പ്ലസ് ഓപ്പറേറ്ററിന്റെ കൂടെ പറയുന്നത്? പ്ലസ് ഓപ്പറേറ്റർ എന്താണ്? 1+2 എന്ന് ചെയ്താൽ 3 എന്നും കിട്ടും. അതുപോലെ തന്നെ ആഡ് പ്ലസ് മൈനസ് എന്ന് കഴിഞ്ഞാൽ ആഡ് മൈനസ് എന്നും കിട്ടും. മനസ്സിലായില്ലേ? 2 വേർഡിനെ എന്ത് ചെയ്യാൻ പറ്റും? കമ്പൈൻ ചെയ്യാനും പ്ലസ് ഉപയോഗിക്കും എന്നേ പറഞ്ഞിട്ടുള്ളൂ. 5ാമത്തെ ആളൊക്കെ എത്തിയോ നമ്മള്? 3ാമത്തെ ആൾ ആരാ? ഡാറ്റ അബ്സ്ട്രാക്ഷൻ. 4ാമത്തെ ആൾ ഡാറ്റ എൻക്യാപ്സുലേഷൻ. 5ാമത്തെ ആൾ പോളിമോർഫിസം. 6ാമത്തെ ആൾ ഇൻഹെറിറ്റൻസ്. എത്തിയില്ലടാ, 7 6 ഇൻഹെറിറ്റൻസിലുള്ള 5-6 ടൈപ്പ് ഇൻഹെറിറ്റൻസ് വളരെ വൃത്തിക്ക് വളരെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 6ാമത്തെ ആളാണ് ഇൻഹെറിറ്റൻസ്. ദ എബിലിറ്റി ഓഫ് എ ക്ലാസ് ടു ഇൻഹെറിറ്റ് ദ പ്രോപ്പർട്ടി ഓഫ് അനദർ ക്ലാസ്. ഒരു ക്ലാസിന്റെ എബിലിറ്റി എന്ത്? മറ്റൊരു ക്ലാസിന്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാൻ. എങ്ങനെ? ഗ്രാൻഡ് ഫാദറിന് ഗ്രാൻഡ് ഫാദറിന്റെ എന്തുണ്ട്? ഇൻഹെറിറ്റൻസ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. സണ്ണിന് ഫാദറിന്റെ ഉണ്ട്, അല്ലെ? പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാം. The ability of a class to inherit the property of another class is known as inheritance. The ability of a class to inherit the property of another class എന്ന് പറയുന്നത് എന്താണ്? ഇൻഹെറിറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 5 ടൈപ്പ് ഇൻഹെറിറ്റൻസ്. വളരെ സിമ്പിൾ. ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നേരെ എഴുതുക. സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ഇനി അങ്ങോട്ട് പറയാൻ പോകണം. അടുത്ത 10 മിനിറ്റ് തരൂ, ഇങ്ങോട്ട് 10 മിനിറ്റ് തരൂ. അടിപൊളിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ 5 ടൈപ്പ്: സിംഗിള്, മൾട്ടിപ്പിള്, ഹൈറാർക്കി, മൾട്ടി ലെവൽ ആൻഡ് ഹൈബ്രിഡ്. 5 ആളുകൾ. സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. നിങ്ങൾ ഇത്ര നോക്കിയാൽ മതി. ഞാനൊരു പ്ലെയർ എടുക്കാം. ക്രിക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? പ്ലെയർ എടുത്തു. പ്ലെയറിൽ നിന്ന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഞാൻ ഡിറൈവ് ചെയ്തു. പ്ലെയറിൽ ക്രിക്കറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഞാൻ ഡിറൈവ് ചെയ്തു. പ്ലെയർ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ് എന്ത് പ്ലെയർ ആവാം? ഫുട്ബോൾ പ്ലെയർ ആവാം, ഹോക്കി പ്ലെയർ ആവാം, ടെന്നീസ് പ്ലെയർ ആവാം, ബാസ്കറ്റ്ബോൾ, എനിത്തിങ്. പ്ലെയർ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഞാൻ വേറെ ഡിറൈവ് ചെയ്തു. അപ്പൊ ബേസ് ക്ലാസ് എന്ന് പറഞ്ഞ പ്ലെയറിൽ നിന്നും ഞാൻ ഒരു സാധനം ഡിറൈവ് ചെയ്തു. ദാറ്റ് ഈസ് ദ ക്രിക്കറ്റർ. ക്രിക്കറ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ബേസ് ക്ലാസ്. ദാറ്റ് ഈസ് ബേസ് ക്ലാസ് എന്ന് ഡിറൈവ് ചെയ്തു. അതായത് സിംഗിൾ ഇൻഹെറിറ്റൻസ്, ഒറ്റൊന്നിൽ നിന്ന് ഒറ്റൊന്ന് വന്നു. When a class is derived from only one base class, ഒറ്റ ബേസ് ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ഈ ക്ലാസ് ഡിറൈവ് ചെയ്തെങ്കിൽ അതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ്. ഈ എക്സാമ്പിൾ വെച്ച് നേരെ എക്സാമിന് എഴുതാം, അവിടെ കിട്ടും മാർക്ക്. റെഡി അല്ലേ? ഓവർ ആവുന്നുണ്ടോ? ഇല്ലല്ലോ. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a class is derived from more than one class. അതെങ്ങനെയാണ്? മോർ ദാൻ വൺ ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് അതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൗളർ ഉണ്ട്, ബാറ്റ്സ്മാൻ ഉണ്ട്. രണ്ട് ക്ലാസ് ആയിട്ട് എടുത്തു. ബാറ്റ്സ്മാൻ ഉണ്ട്, ബൗളർ, ബാറ്റ്സ്മാൻ. രണ്ടാളും കൂടി ചെയ്യുന്ന ആൾ എന്താ പറയാ? ഓൾറൗണ്ടർ. എന്താണ്? ഓൾറൗണ്ടർ. എക്സാമ്പിൾ കൊടുത്തോളൂ. ഇതൊക്കെ മനസ്സിൽ നിൽക്കുന്ന എക്സാമ്പിൾ അല്ലേ? ബൗളർ ഉണ്ട്, ബാറ്റ്സ്മാൻ ഉണ്ട്, രണ്ടിനെയും ബേസ് ക്ലാസ് ആക്കി എടുത്തു. അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത ഒരു ക്ലാസ് ആണ് ഓൾറൗണ്ടർ എന്ന് പറയുന്നത്. മുകളിൽ 2 ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്. All-rounder is a derived class from the 2 base class bowler and batsman. That is എന്താണ്? multiple inheritance. Then comes the hierarchical inheritance. When more than one classes are derived from a base class. ഒരു ബേസ് ക്ലാസ് ഈ പറഞ്ഞ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒറ്റ ബേസ് ക്ലാസ്സിന് മോർ ദാൻ വൺ ഈ പറഞ്ഞ ഡിറൈവ്ഡ് ക്ലാസ്സുകൾ ഉണ്ടാവാണ്. ബേസ് ക്ലാസ് ക്രിക്കറ്റർ ആണ്. ക്രിക്കറ്ററിൽ നിന്ന് ബൗളർ ഉണ്ട്, ബാറ്റ്സ്മാൻ ഉണ്ട്. അതായത് ബൗളർ ആൻഡ് ബാറ്റ്സ്മാൻ ആർ 2 ഡിറൈവ്ഡ് ക്ലാസ് ഫ്രം ദി സെയിം ബേസ് ക്ലാസ്, ദാറ്റ് ഈസ് ക്രിക്കറ്റർ. നോട്ട് ചെയ്തിട്ടോ, നോട്ട് ചെയ്യണേ.
അടുത്ത മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ അതിനെ മുകളിലും താഴെയും വീണ്ടും വീണ്ടും ഡിറൈവ് ചെയ്യുന്നുണ്ട്. പ്ലെയർ എന്ന് പറഞ്ഞ ബേസ് ക്ലാസ്സിൽ നിന്ന് ക്രിക്കറ്റർ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തു. ക്രിക്കറ്ററിൽ നിന്ന് എന്ത് ചെയ്തു, ബൗളർ ഡിറൈവ് ചെയ്തു. അപ്പൊ ഈ ക്രിക്കറ്റർ എന്ന് പറഞ്ഞ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ആണ്. അറ്റ് എ സെയിം ടൈം ഇതെന്താണ്, ഒരു ബേസ് ക്ലാസ്സും കൂടിയാണ്. ബേസ് ക്ലാസ് പ്ലെയറിൽ നിന്ന് ക്രിക്കറ്റർ ഡൗൺലോഡ് ചെയ്തു എന്ന് പറയുന്നത്, ക്രിക്കറ്റർ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്തു. അതിൽ നിന്ന് ബൗളർ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഡിറൈവ് ചെയ്തു. അപ്പൊ ബൗളർ ഡിറൈവ് ചെയ്യണമെങ്കിൽ ക്രിക്കറ്റർ എന്താണ്, ഓൾറെഡി ഇതൊരു ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ഓൾസോ ഇറ്റ്സ് ആക്ട് ആസ് ആൻഡ് ബേസ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ് ഓഫ് പ്ലെയർ ആൻഡ് ബേസ് ക്ലാസ് ഓഫ് ബൗളർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. ഹിയർ ക്രിക്കറ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ബേസ് ക്ലാസ് പ്ലെയർ ബൗളർ. ആകെ ആലോചിക്കേണ്ട ക്രിക്കറ്റ്, പ്ലെയർ, ബൗളർ, ഓൾറൗണ്ടർ, ബാറ്റ്സ്മാൻ, അത്ര കാര്യം ആലോചിച്ചാൽ മതി. അടുത്ത ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു കോമ്പിനേഷൻ. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി ലെവൽ. മൾട്ടിപ്പിളിന്റെയും മൾട്ടി ലെവലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് രണ്ട് ഡിറൈവ് ക്ലാസ്സിൽ നിന്ന് ഒരു ബേസ് ക്ലാസ്, രണ്ട് ബേസ് ക്ലാസ്സിൽ നിന്ന് വീണ്ടും ഒരു ക്രിക്കറ്ററിൽ നിന്ന് ബൗളർ ആൻഡ് ബാറ്റ്സ്മാൻ ഉണ്ടായി, ബൗളർ ആൻഡ് ബാറ്റ്സ്മാനിൽ നിന്ന് ഓൾറൗണ്ടർ ഉണ്ടായി. ഒരു കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ആൻഡ് മൾട്ടി ലെവലിനെയാണ് നമുക്ക് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇത്ര പഠിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? മോഡുലാരിറ്റി എത്തി, 7ാമത്തെ ആളെത്തി. ക്ലാസ് പഠിച്ചു, ഒബ്ജക്റ്റ് പഠിച്ചു, ഡാറ്റ അബ്സ്ട്രാക്ഷൻ പഠിച്ചു, ഡാറ്റ എൻകാപ്സുലേഷൻ പഠിച്ചു, പോളിമോർഫിസം പഠിച്ചു, ദെൻ ഇൻഹെറിറ്റൻസ് പഠിച്ചു, സിംഗിൾ പഠിച്ചു, മൾട്ടിപ്പിൾ പഠിച്ചു, മൾട്ടി ലെവൽ പഠിച്ചു, ഹൈറാർക്കി പഠിച്ചു, ഒന്നുകൂടി പഠിച്ചല്ലോ, ഹൈബ്രിഡും പഠിച്ചു. അടുത്ത 7ാമത്തെ ആളാണ് മോഡുലാരിറ്റി. ചാപ്റ്റർ കഴിഞ്ഞു. മോഡുലാരിറ്റി ഇസ് എ പ്രോസസ് ഓഫ് ബൈ വിച്ച് ലാർജ് പ്രോഗ്രാം ഈസ് സബ് ഡിവൈഡഡ് ഇൻടു സ്മോളർ പ്രോഗ്രാം. ഒരു വലിയ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനെ കുഞ്ഞി പ്രോഗ്രാം മൊഡ്യൂളുകളായി മാറ്റുന്നു. അതിനാണ് എന്താ പറയുക, പ്രോഗ്രാം, സ്മോളർ പ്രോഗ്രാമിനാണ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. മോഡുലാരിറ്റി ഇസ് എ പ്രോസസ് ബൈ വിച്ച് എ ലാർജ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻടു സ്മോളർ പ്രോഗ്രാം വിച്ച് ഈസ് കോൾഡ് മൊഡ്യൂൾസ്. അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്സ്, മുന്നേ പറഞ്ഞ സാധനം. ഇനി എങ്ങനെ എഴുതണം, ഈ 7 പറഞ്ഞ പോയിന്റുകളും ഉപയോഗിച്ചിട്ട് വേണം, ഞാൻ അവിടെ വെക്കുന്നുണ്ട്, 7 പോയിന്റുകൾ ഉപയോഗിച്ചിട്ട് വേണം ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഓഫ് ഊപ്സ് നിങ്ങൾ എന്ത് ചെയ്യാൻ, എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. അതിനു മുന്നേ ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇവിടെ എത്തിയെന്നുണ്ടെങ്കിൽ, വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയും നേരം പകുതി വെച്ച് കണ്ടവർക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ നഷ്ടമായി. വൃത്തിക്ക് നമ്മൾ 2 ചാപ്റ്റർ പഠിച്ചു, ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒരു കോൺഫിഡൻസ് വന്നു, എക്സാമിന് അടിപൊളിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആണ്. ഞാൻ കുറേ കാലങ്ങളായി ഈ പറഞ്ഞ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഓഫ്ലൈൻ ആയിട്ടാണ്, ഓൺലൈനിൽ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ എടുത്തുള്ളൂ. ഫസ്റ്റും സെക്കൻഡ് ഈ പറഞ്ഞ 2 ചാപ്റ്ററിന്റെയും ഷോർട്സ് വീഡിയോ അവിടെ ഇവിടെയും കുറച്ച് തലയൊക്കെ വെച്ചിട്ട് പണ്ട് കുറച്ച് ഷോർട്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും എൻട്രൻസ് എക്സാം അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇപ്പൊ ബാക്ക് ടു വീണ്ടും CS ഒന്ന് കടന്നാൽ കൊള്ളാം എന്നുണ്ട്. നോക്കാം. ഞാൻ നോക്കിയ സമയത്ത് CS ക്ലാസ് എനിക്ക് പല ക്ലാസ്സുകളും കണ്ടിട്ടൊന്നും അങ്ങ് എഫക്റ്റീവ് ആകുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഒന്ന് കുറച്ച് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കും കുറെ തെറ്റുകളുണ്ട്, 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല. പക്ഷേ ഞാൻ ശരിയാക്കാം തെറ്റുകളൊക്കെ. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിച്ച് ശരിയാക്കാം. നിങ്ങൾക്ക് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സ് യു ക്യാൻ കമന്റ് ദാറ്റ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം.